നമസ്കാരം. ഇന്ന് ഗൂഗിൾ മാപ്പ് ഇല്ലാതെ നമ്മളാരും തന്നെ യാത്ര ചെയ്യാൻ സാധിക്കില്ല എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുന്നത്. വഴിയിൽ ആരോടത്തെങ്കിലും ഒന്ന് വഴി ചോദിക്കാൻ പോലും തയ്യാറാകാതെ എല്ലാവരും ഇപ്പോൾ ചെയ്യുന്നത് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് യാത്ര ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ എല്ലായ്പ്പോഴും ഗൂഗിൾ മാപ്പ് വിജയിക്കണമെന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിരവധി പേർ അപകടങ്ങളിൽ നിന്ന് പെട്ടിട്ടുണ്ട്. നമുക്ക് കേരളത്തിൽ തന്നെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടാൻ കഴിയുമായിരുന്നു. ഇവിടെ ഗൂഗിൾ മാപ്പ് നോക്കി വാഹനം ഓടിച്ച് പുഴയിലും മറ്റും വാഹനം മറിഞ്ഞ് മരിച്ചിട്ടുള്ള സംഭവങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എല്ലാവരും ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോൾ തന്നെ ഒന്ന് കരുതലോടുകൂടിയാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നതാകട്ടെ ഏറെ ശുഭാപ്തി വിശ്വാസം പകരുന്ന ഒരു വാർത്തയാണ്. ഗൂഗിൾ മാപ്പിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇത് ഏറെ പ്രയോജനകരമാണ് എന്നാണ് ഇപ്പോൾ ഇത് ഉപയോഗിച്ച ബ്രിട്ടനിലെ പലരും പറയുന്നത്. ഇവരൊക്കെ പറയുന്നത് നേരത്തെ തന്നെ ജപ്പാനിൽ ഈ സംവിധാനം നിലവിൽ വന്നിരുന്നു എന്നാണ്. ഇതിന് വലിയൊരു പ്രത്യേകതയുള്ളത്, ഈ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു സ്ഥലത്ത് പോകേണ്ടതുണ്ടെങ്കിൽ ഈ തിരക്കുള്ള എക്സിറ്റ് ഒഴിവാക്കി തിരക്ക് കുറഞ്ഞ പെട്ടെന്ന് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലെത്തുന്ന മാർഗം ഏതാണ് എന്ന് മനസ്സിലാക്കാൻ ഇനി മുതൽ ഗൂഗിൾ മാപ്പ് നിങ്ങളെ സഹായിക്കും. ഗൂഗിൾ മാപ്പ് കൃത്യമായി നമുക്ക് കാണിച്ചു തരും. നമ്മൾ ഓരോന്നായി സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെ പെട്ടെന്ന് പുറത്തെത്താം എന്നുള്ളതിൻ്റെ ഒരു ഓപ്ഷൻ ഇപ്പോൾ ഈ ഗൂഗിൾ മാപ്പിൽ കാണാൻ കഴിയും. അതിൽ നിങ്ങൾ അമർത്തുകയാണെങ്കിൽ ഗൂഗിൾ മാപ്പ് കാണിച്ചു തരും നിങ്ങൾക്ക് ഏത് വഴിയിൽ കൂടിയാണ് പെട്ടെന്ന് പുറത്തേക്ക് എത്താൻ കഴിയുക എന്നുള്ളത്. സാധാരണ പലപ്പോഴും സംഭവിക്കാറുള്ളത് വലിയ വലിയ റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ മെട്രോ സ്റ്റേഷനിലൊക്കെ തന്നെ നമ്മൾ ചെന്നിറങ്ങിയിട്ട് നമ്മൾ തിരക്കുള്ള എക്സിറ്റ് ഏതാണെന്ന് മനസ്സിലാക്കാതെ ആയിരിക്കും അവിടേക്ക് കടന്നു ചെല്ലുന്നത്. പിന്നെ ഒരുപാട് സമയമെടുത്ത് മാത്രമേ നമുക്ക് പുറത്തിറങ്ങാനും കഴിയുകയുള്ളൂ. അത്യാവശ്യ മീറ്റിങ്ങിനോ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ തന്നെ പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇനി മുതൽ ഈ ഗൂഗിൾ മാപ്പ് നമ്മെ ഏറെ സഹായിക്കും എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം. ജപ്പാനിൽ ഇത് വളരെ നേരത്തെ തന്നെ പലരും ഉപയോഗിച്ചിരുന്നതായിട്ടാണ് ഇപ്പോൾ ബ്രിട്ടനിലെ പലരും പറയുന്നത്. അവർ ടോക്കിയോ സന്ദർശിച്ച വേളയിലൊക്കെ തന്നെ പലരും ഇത്തരത്തിലുള്ള ഈ സംവിധാനം ട്രെയിനിലിരുന്ന് ഉപയോഗിക്കുന്നത് കണ്ടു എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ അവിടെ ഇപ്പോഴും മറ്റൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. ബ്രിട്ടനിലെ തന്നെ ചില ആളുകൾ ചോദിക്കുന്നത്, ഒരു ടൂറിസ്റ്റിനെ സംബന്ധിച്ച്, അതായത് നമ്മുടെ നാടിനെക്കുറിച്ച് അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ കിടപ്പിനെക്കുറിച്ചൊന്നും തന്നെ അറിയാൻ പാടില്ലാത്ത ഒരു വ്യക്തി വരുമ്പോൾ അയാൾ വേണമെങ്കിൽ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചോട്ടെ, അത് കുഴപ്പമില്ല, അത് അവർക്ക് ഏറെ സഹായകരമാണ്. പക്ഷേ സ്വന്തം നാട്ടിലെ വഴികൾ പോലും അറിയാവുന്നുള്ള ആളുകൾ അതിന് ചിന്തിക്കാൻ പോലും ബുദ്ധിമുട്ടാതെ ഈ ഗൂഗിൾ മാപ്പിന് സഹായം തേടുന്നത് എന്തിനാണ് എന്നും ഇത് നമ്മുടെ ചിന്താശക്തിയെ പോലും ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ് എന്നുമാണ് ഇവിടെയുള്ള പലരും ഇപ്പോൾ തന്നെ വിമർശിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നാട്ടുകാർക്കാണെങ്കിലും വിദേശികൾക്കാണെങ്കിലും ടൂറിസ്റ്റുകൾക്കാണെങ്കിലും ഒക്കെ തന്നെ അവർക്ക് ഒരു പുതിയ ലോകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് അവർക്ക് യാത്ര ചെയ്യാനും സ്ഥലം കണ്ടുപിടിക്കാനും ഒക്കെ ഏറെ സഹായകരം തന്നെയാണ് ഗൂഗിൾ മാപ്പ്. പക്ഷേ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഇത് ഗൂഗിൾ മാപ്പിനെ അമിതമായി ആശ്രയിക്കരുത് എന്നാണ്. എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സമീപത്തുള്ള ആരോടെങ്കിലും ചോദിച്ച് വഴി മനസ്സിലാക്കിയതിന് ശേഷം പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് പൊതുവേ നമ്മുടെ ഒരു അനുഭവത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. എങ്കിൽ പോലും പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലായിടത്തും ഗൂഗിൾ മാപ്പ് ഇട്ട് തന്നെയാണ് പലപ്പോഴും പ്രത്യേകിച്ച് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ തന്നെ അവർ ആ സംവിധാനം ഉപയോഗിച്ച് തന്നെയാണ് യാത്ര ചെയ്യാൻ അവർ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ അപ്ഡേറ്റ് ട്രെയിൻ യാത്ര ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായ പ്ലാറ്റ്ഫോം ഏതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ട് തന്നെ വേണം നമ്മൾ കണക്കാക്കാൻ.